ഹലോ എവരിവൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ട് ഒരുപാട് നാളായല്ലേ. കാരണം ഈ കഴിഞ്ഞ മന്തിൽ പറയത്തക്ക നോട്ടിഫിക്കേഷൻസ് ഒന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇന്ന് ഫസ്റ്റ് സെം പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ ഇയർ ഫ്രഷ് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 മാസം മുന്നേയൊക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് അസൈൻമെൻറ്റുകൾ വച്ചിട്ടുണ്ടാവുമല്ലോ, ഓൺലൈനൊക്കെ ആയിട്ട്. ഓൺലൈൻ സബ്മിഷനാണ് ചെയ്യണമെന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു 90% സ്റ്റുഡൻസും അത് തന്നെയാണ് ഫോളോ ചെയ്തത്. അങ്ങനെ വെച്ച നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ടുകൾ ഇപ്പോൾ വന്നിരിക്കുക കേട്ടോ. ഇന്നലെ തൊട്ടാണ് മാർക്കുകൾ അപ്ഡേറ്റ് ആയി തുടങ്ങിയിട്ടുള്ളത്. എല്ലാ സ്റ്റുഡൻസിൻ്റെയും മാർക്കുകൾ വന്നിട്ടില്ല. കുറച്ച് മാർക്കുകൾ കുറച്ച് സബ്ജക്റ്റിൻ്റെയൊക്കെ വാല്യുവേഷൻ പൂർത്തിയായതനുസരിച്ചാണ് വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്കിനി അസൈൻമെൻറ്റ് മാർക്കുകൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യണം. HGOU ലോഗിൻ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇൻ കേസ് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? താഴെയുള്ള ഫോർഗട്ട് പാസ്വേഡിൽ കൊടുത്ത് റീസെറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് പ്രൊഫൈലിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പതിയെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ ഇവിടെ ബട്ടൺസ് കാണുന്നുണ്ട്. ഒന്ന് ആക്ഷൻ ആൻഡ് റിക്വസ്റ്റ്, മറ്റൊന്ന് സ്റ്റുഡൻറ്റ് സർവീസസ് ഹിസ്റ്ററിയാണ്. ഇതിൽ സ്റ്റുഡൻറ്റ് സർവീസസ് ഹിസ്റ്ററിയുടെ ഏറ്റവും താഴെവശത്തായിട്ട് അസൈൻമെൻറ്റ് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് സെം 1ൻ്റെ അസൈൻമെൻറ്റ് റിസൾട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ കഴിഞ്ഞ ഇയറിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ജസ്റ്റ് സെം 2ലേക്ക് പ്രവേശിച്ചിട്ടേ ഉള്ളൂ. സോ ഇവിടെ സെം 1ൻ്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. S1ൻ്റെ നേരെയുള്ള വ്യൂ അസൈൻമെൻറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഒരു സബ്ജക്റ്റിൻ്റെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാർക്ക് കാണുമ്പോൾ ഒരു ഡൗട്ട് വരുമല്ലേ, എത്ര സബ്ജക്റ്റിന് എത്ര മാർക്കൊക്കെ വെച്ചാണ് വരുന്നതെന്ന്. അസൈൻമെൻറ്റ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റും അസൈൻമെൻറ്റ് 2 ഉദ്ദേശിക്കുന്നത് അനലിറ്റിക്കൽ അസൈൻമെൻറ്റുമാണ്. അപ്പോൾ രണ്ടിനും 15 വെച്ചാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവിനും അനലിറ്റിക്കലിനും രണ്ടിനോട് ചേർത്ത് ഒരു സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റിന് ടോട്ടൽ മാർക്ക് 30 കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഭാഗ്യവശാൽ 30ന് 30 മാർക്കും കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഇൻഫോടെക്കിൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളുടെ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഓൾസോ നമ്മൾ വഴി അസൈൻമെൻറ്റ് ഹാൻഡ് റിട്ടൺ അസൈൻമെൻറ്റ്സ് ഒക്കെ എടുത്ത് നമ്മളുടെ ഹെൽപ്പോട് കൂടി അസൈൻമെൻറ്റ് വെച്ച ഒരു സ്റ്റുഡൻ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ മാർക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാണ്. നമ്മൾ ചെയ്തു കൊടുത്തത് വെറുതെ ആയില്ലല്ലോ എന്നുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ മാത്രമല്ല, അസൈൻമെൻറ്റ് നമ്മൾ വഴി മേടിച്ച പല കുട്ടികൾക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള മാർക്കുണ്ട്. പിന്നെ ഈ ഒരു റിസൾട്ട് വന്ന സമയത്ത് ഞങ്ങൾ ജസ്റ്റ് കുറച്ച് സ്റ്റുഡൻസിൻ്റെയൊക്കെ റാൻഡംലി റിസൾട്ടുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇൻഫോടെക്കിൻ്റെ സർവീസ് എടുത്ത കുട്ടികൾ അല്ലാതെയും. അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായത്, അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് യൂണിവേഴ്സിറ്റി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ബിബ്ലോഗ്രാഫി, ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ഫുട് നോട്ട്സ്, ഇതൊക്കെ നിർബന്ധമായിട്ടും അസൈൻമെൻറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എഴുതി വച്ചിട്ടുള്ള അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ബെറ്റർ ആയിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് മനസ്സിലായത്. അതായത് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതാൻ ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം എഫർട്ട് എടുത്തിട്ടുണ്ടോ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് റിസൾട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഇതാണ് മനസ്സിലായത്. നിങ്ങളൊന്ന് നിങ്ങളുടെ റിസൾട്ടൊക്കെ നോക്കുക. എനിക്ക് തോന്നുന്നു നല്ല മാർക്കുകൾ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഇനി കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ റിസൾട്ട് നോക്കുമ്പോൾ 1-2 സബ്ജക്റ്റൊക്കെ മേ ബി ഇപ്പോൾ കാണാൻ സാധിക്കുകയുള്ളായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ പോലെ വാല്യുവേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇനിയും ബാക്കി മാർക്കുകൾ അപ്ഡേറ്റ് ആവാനായിട്ട് ഡിലേ ഉണ്ടാവാനായിട്ട് ചിലപ്പോൾ ചെറിയ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. കഴിഞ്ഞ തവണത്തേക്ക് വെച്ച് നോക്കുമ്പോൾ റിസൾട്ടുകൾ ഇപ്പോൾ നേരത്തെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിസൾട്ടുകൾ നേരത്തെ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാനാണ് കഴിഞ്ഞ തവണ യൂണിവേഴ്സിറ്റി ഓൺലൈൻ സബ്മിഷൻ ആക്കിയത് അസൈൻമെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി പ്രൊഫൈലിൽ പോയി റിസൾട്ടുകളൊക്കെ നോക്കുക. സെം 1 കഴിഞ്ഞ് ഇപ്പോൾ സെമസ്റ്റർ 2ലേക്ക് പ്രവേശിച്ച സ്റ്റുഡൻസിൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും ഇപ്പോൾ
വന്നു തുടങ്ങിയിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പ് വഴിയൊക്കെ ഇതിൻ്റെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാവാം. ഓൾമോസ്റ്റ് മിക്ക പ്രോഗ്രാംസിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ഇൻഫോടെക് അസൈൻമെൻറ്റ് സർവീസസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ നമുക്ക് ഇപ്പോഴും പറയാനുള്ളത്, നിങ്ങൾക്ക് സ്വയം അസൈൻമെൻറ്റ് എഴുതാൻ സമയമുണ്ട്, ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സ്വയം തന്നെ റെഫർ ചെയ്ത് അസൈൻമെൻറ്റുകൾ എഴുതുക. ഇനി അസൈൻമെൻ്റ് ഒന്നും എഴുതാനായിട്ട് നിങ്ങൾക്ക് ഒട്ടും സമയമില്ല എങ്കിൽ ഇൻഫോടെക്കിൻ്റെ അസൈൻമെൻറ്റ് സർവീസസ് നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അസൈൻമെൻറ്റ് വച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ അക്കാഡമിക് കരിയർ അവിടെ ബ്രേക്ക് ആവാൻ പാടില്ല അല്ലേ? അപ്പോൾ അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സർവീസസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്വയം എഴുതാൻ നോക്കുക. ഇൻ കേസ് നേരത്തെ പറഞ്ഞ പോലെ ടൈം ഇല്ല എങ്കിൽ മാത്രം ഞങ്ങളുടെ സർവീസസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇനി അടുത്ത യൂണിവേഴ്സിറ്റിയുടെ മറ്റ് അപ്ഡേറ്റ്സ് വരുന്ന പ്രകാരം നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.